ഹീറോയിനോട് ചോദിച്ചത് ഇങ്ങനെയായിട്ട് ആറും എൻ്റെ അനിയത്തിയാണല്ലേ. അത് കേട്ട് ഹീറോ ഷോക്കായിരുന്നു. ആറുമാണ് നെയ്യും, അതേ മാറും നെയ്യും എൻ്റെ ഹീറോയിൻ ശരി ഗുരുജി എന്ന് പറഞ്ഞാണ്. അങ്ങനെയായിട്ട് ആറാം ഹീറോയിൻ മിയനെ കൂടി സംസാരിക്കുമ്പോൾ ആറമ്മക്ക് മാരേജിക്ക് വേണ്ടി പെണ്ണ് നോക്കായിരുന്നു. അതേപോലെ പെണ്ണ് ഓടിപ്പോയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. എങ്ങനെയായിട്ട് ഇവർ രണ്ടുപേർ കമൻറ്റ് ചെയ്യുന്നതൊക്കെയായിരുന്നു. മിയക്കൊരു പ്ലാനായിട്ട് ചേട്ടാ എന്ത് മിയ നീ എൻ്റെ ഫ്രണ്ടിന് മാരേജിക്ക്. ആറമ്മക്ക് ടെൻഷൻ എന്താ നീ പറയുന്നത്, പ്ലീസ് ചേട്ടാ ശരി ഓക്കെ എന്ന് ആറമ്മക്ക് ഹീറോയ്ക്ക് മാരേജ് ആയി. അതുമാത്രമല്ല ആറും ഭയങ്കര ബിസിയായിരുന്നു. അതിനായിട്ട് അങ്ങനെ ഗുരുജിനിട്ട് പോകാൻ വേണ്ടിയിട്ട് ആറമ്മനോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആറം ഉറങ്ങായിരുന്നു. അങ്ങനെയായിട്ട് ആറമ്മക്ക് ഒന്നും മനസ്സിലായില്ല. ഗുരുജിനെ ഹീറോയിൻ ഇവിടെ വരുത്തി മൊത്തം ഒരു ഇന്ത്യൻ സൈസ് മാരേജ് നടക്കാൻ തുടങ്ങി. ആറമ്മക്ക് കൺഫ്യൂസ് ആയിരുന്നു. ആറമ്മക്ക് പറഞ്ഞു കൊടുത്ത് ഗുരുജി ശരി ഓക്കെ ഇന്ത്യൻ സൈസ് മാരേജ് നടന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ആറമ്മക്ക് ഹീറോയിൻ മേലെ ഇൻട്രസ്റ്റ് കൂടി പോകാൻ തുടങ്ങി. ഹീറോയിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മിയയോട് ചോദിക്കുക. മിയ എല്ലാ സ്റ്റോറി പറയാനെങ്കിൽ ആറമ്മക്ക് തല കയറി. എന്താ ആരാത് എന്ന് മിയയോട് ചോദിച്ചു. മിയ ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇങ്ങനെയായിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ആറമ്മക്ക് മനസ്സിലായി ഇപ്പോൾ രാജ ഭരിക്കുന്നത് മിയ പറഞ്ഞുമായിരുന്നു. മിയക്കും എല്ലാം അറിയും ഇവരാരും ഹീറോയി പറഞ്ഞു കൊടുത്തായിരുന്നു. അതുകൊണ്ട് ആറാം പ്ലാൻ ചെയ്തു. അങ്ങനെ കൊണ്ട് ഹീറോയിനും ഫാമിലീസിന് അങ്ങനെ അവർ ആരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വില്ലന്മാരെ അടിച്ച് ജയിലിട്ട് ആറാം കൊന്നു കളഞ്ഞു. അവരെ പിടിച്ച് കളഞ്ഞു. ഡേയ്സ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. 4 ബേബി, 2 ഗേൾ 2 ബോയ്. ഫസ്റ്റ് 2 ബോയ് ബേബി, ലാസ്റ്റ് ഗേൾസ് ബേബിയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറാമോട് പറഞ്ഞായിരുന്നു. ആറാം പറഞ്ഞു അങ്ങനെ ഡേയ്സ് തുടങ്ങി. കുട്ടികൾ വളർന്നു വലുതായി. ഇപ്പോൾ കുട്ടികൾക്ക് 6 വയസ്സായി. ആറാം പറയാൻ തുടങ്ങി നീ ഇന്ത്യക്ക് പോവാ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് പേടിയായിരുന്നു. വാടി എന്ന് പറഞ്ഞ് ഞാൻ ഇന്ത്യക്ക് വിളിച്ചോണ്ട് പോയി. എല്ലാവരും അവർ ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചായിരുന്നു. അങ്ങനെ ആറാം പറയാൻ തുടങ്ങി ഈസ് മൈ വൈഫാണ്. അങ്ങനെ ആറാം പറഞ്ഞായിരുന്നു. ആറാം കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ പ്രശ്നമെല്ലാം സോൾവായി. ആറാം പറഞ്ഞു ഇപ്പം നീ രാജ വരച്ചോ. ഹീറോയുടെ അച്ഛനാവും ഇപ്പം രാജാവായി മാറി. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇങ്ങനെ ഹീറോയി വന്ന് പോകുമായിരിക്കും. അങ്ങനെ ഹീറോയിൻ്റെ കുട്ടികളെല്ലാം വളർന്നു വലുതായി. ഇപ്പം കുട്ടികളെല്ലാം ആറാം പറയുന്നു എന്താ പ്രശ്നം ഞാൻ അങ്ങനെ ഹീറോയി വഴക്ക് പറയാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികൾക്ക് വളരുന്നത് ഫസ്റ്റ് ബേബിക്ക് 18 വയസ്സ്. അങ്ങനെ എല്ലാ കുട്ടികൾക്കും 18 വയസ്സായി. അതിനായിട്ട് ഫസ്റ്റ് ബോയ് പറയാതെ തുടങ്ങുമ്പോൾ ഞാൻ ഇന്ത്യയിലാന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. എന്താടാ ഇവിടെ പഠിക്കാം മോം, ഞാൻ ഇവിടുന്ന് പഠിച്ചാൽ ഇന്ത്യക്ക് പോകാം. അങ്ങനെ കുട്ടികളെല്ലാം വളർന്ന് വലുതായി. കുട്ടികൾക്ക് വയസ്സായി. അതിൻ്റെ ഫസ്റ്റ് ബേബി ഇന്ത്യക്ക് പോയി. ഇന്ത്യത്ത് അവിടെ രാജാവായി മാറി. ആ പ്ലേസ് നന്നായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. രണ്ടാമത്തെ ബേബി ഈ ആറമ്മൻ്റെ മാഫിയനെ കുറിച്ച് നോക്കാൻ തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഗേൾ ബേബി ഒരു ബിസിനസ് മാനായിട്ട് മാറി. ബിസിനസ് മാൻ. പിന്നെ ഒരു ഗേളും ഒരു ഇൻഡസ് കമ്പനി